പ്രധാനപ്പെട്ട വകുപ്പുകൾ ഒന്നും തന്നെ ഏകനാഥ് ഷിൻഡെക്ക് കൊടുക്കാൻ ബി.ജെ.പി. സന്നദ്ധത കാണിക്കുന്നില്ല എന്ന ആരോപണം അതിശക്തമായി ഉന്നയിച്ചുകൊണ്ട് തന്നെ ഷിൻഡെ ക്യാമ്പിൽ പടലപ്പടക്കം അതിരൂക്ഷമാവുകയാണ്. ഷിൻഡെ ക്യാമ്പിലുള്ള 14 MLA-മാർ ഇപ്പോൾ കൃത്യമായി NDAക്ക് ഔദ്യോഗിക പിന്തുണ കൊടുക്കുന്നതിൽ നിന്നും വിട്ടുനിൽക്കാനുള്ള തീരുമാനമെടുക്കുകയാണ്. അതായത് മഹാരാഷ്ട്ര നിയമസഭയിൽ മൃഗീയ ഭൂരിപക്ഷമുണ്ട് എന്ന് അവകാശപ്പെടുമ്പോഴും ഷിൻഡെ ക്യാമ്പിലെ പടലപ്പടക്കം ഒത്തുതീർപ്പാക്കാൻ കഴിയാതിരിക്കുകയാണ്. ഉദ്ധവ് വിഭാഗത്തിലേക്ക് ചേക്കേറാൻ അവർ ശ്രമിച്ചാൽ തീർച്ചയായും അത് ഏത് തരത്തിൽ മുന്നോട്ടുള്ള പ്രതിസന്ധി തരണം ചെയ്യാൻ കഴിയും എന്നുള്ളത് ഷിൻഡെക്ക് ബുദ്ധിമുട്ടേറിയ കാര്യം തന്നെയാണ്. മഹാരാഷ്ട്രയിൽ ഉപമുഖ്യമന്ത്രി സ്ഥാനത്ത് ഷിൻഡെയും അജിത് പവാറും ഉണ്ടെങ്കിലും കൂടുതൽ സ്ഥാനമാനങ്ങൾ അജിത് പവാറിനാണ് നൽകിയിരിക്കുന്നത്. സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ മാത്രമാണ് രണ്ടാമനായി ഏകനാഥ് ഷിൻഡെ സത്യപ്രതിജ്ഞ ചെയ്തതെങ്കിൽ പോലും സ്ഥാനമാനങ്ങൾ കൂടുതൽ നൽകിയിരിക്കുന്നത് അജിത് പവാറിനാണ്. ബി.ജെ.പിക്ക് കൂടുതൽ മമതയും കൂറും NCP അജിത് പവാർ വിഭാഗത്തിനോടാണ് എന്നുള്ളത് പരസ്യമായി തന്നെ വെളിപ്പെട്ടതുകൊണ്ടാണ് പ്രധാനപ്പെട്ട വകുപ്പുകൾ ധനകാര്യം ഉൾപ്പെടെയുള്ളത് അജിത് പവാറിലേക്ക് നൽകാൻ തീരുമാനിച്ചത്. അതുവഴി ബി.ജെ.പി. കൃത്യമായി നൽകുന്നൊരു ഉപദേശമുണ്ട്: ഞങ്ങളെ അനുസരിക്കാത്തവരെ ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങൾക്ക് EVM-മായി ബന്ധപ്പെട്ട കാര്യത്തിൽ വലിയ രീതിയിൽ തിരിമറി നടത്താൻ കഴിവുണ്ട് എന്ന ഒരു സന്ദേശമാണ് നൽകുന്നത് എന്ന് പോലും പറയപ്പെടുന്നതായി നിരവധി മാധ്യമങ്ങൾ വിധി എഴുതിയിരിക്കുകയാണ്. മഹാരാഷ്ട്രയിൽ വലിയ തോതിൽ ക്രമക്കേട് നടന്നിട്ട് അതിനെതിരെ ആരോപണം ഉന്നയിക്കുമ്പോഴും നിയമപരമായ ഒരു സഹായവും ഇന്ത്യ മുന്നണിക്ക് ഇതുവരെ ലഭ്യമാകാത്ത സാഹചര്യം അതുകൂടി നിലനിൽക്കുകയാണ്. പ്രതിപക്ഷ നേതൃസ്ഥാനം അത് കൃത്യമായി ഇന്ത്യ മുന്നണി ആവശ്യപ്പെട്ടിട്ടും അതിന് വഴങ്ങാതിരിക്കുകയാണ് ബി.ജെ.പി. ചെയ്യുന്നത്. എന്നാൽ NCPയുടെ ശരത് പവാർ വിഭാഗം MLA-മാർ 10 MLA-മാർ, കോൺഗ്രസിന്റെ 16 പേർ ഇവർ മെർജ് ചെയ്യാൻ, ഇവർ ലയിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതായത് ശരത് പവാർ വിഭാഗം NCP കോൺഗ്രസിൽ ലയിക്കും, കോൺഗ്രസ് മുഖ്യ പ്രതിപക്ഷമാകും എന്ന നീക്കത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഇത് വാസ്തവത്തിൽ ബി.ജെ.പിക്ക് ഒരു കനത്ത പ്രഹരം വരാൻ ഇരിക്കുകയാണ്. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ സീറ്റ് നേടിയത് ബി.ജെ.പിയാണ്. 13 ലോക്സഭാ സീറ്റുകൾ നേടിയെടുത്തു. നന്ദേദ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോഴും കോൺഗ്രസിന് ആ സീറ്റ് നിലനിർത്താൻ കഴിഞ്ഞു എന്നുള്ളത് ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം ആശ്ചര്യം നിറയുന്ന കാര്യമാണ്. അതിൻ്റെ കീഴിൽ വരുന്ന 6 അസംബ്ലി സെഗ്മെന്റിലും NDAയുടെ സ്ഥാനാർത്ഥികൾ വിജയിച്ചത് അത് അസാധാരണ സംഭവമായി തന്നെ കണക്കാക്കപ്പെടുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള എൻക്വയറി അന്വേഷിക്കാൻ എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല എന്നതാണ് കോൺഗ്രസ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആരോപിച്ച ചോദ്യം.